കോഴിക്കോട് ഒരു +1 വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികളൊക്കെ കൂട്ടം ചേർന്ന് മർദ്ദിച്ചു എന്നൊരു പരാതി വരുന്നുണ്ട്. അത്തോളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. വിദ്യാർത്ഥി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുമാണ്. നമുക്ക് കുറച്ച് പ്രതികരണങ്ങൾ കേൾക്കാം ആദ്യം. ഫസ്റ്റ് ഇയർ ആണ്, +1 അപ്പോ അവിടെ അവൻ ചേർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ടീം വന്നിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തി പാടാനും ഡാൻസ് കളിക്കാനൊക്കെ പറഞ്ഞു പോലും. അപ്പൊ അതിനെ അവൻ റിജക്ട് ചെയ്ത് അന്ന് തന്നെ ഒരു നോട്ട് അടിച്ച് അങ്ങനെ അത് ശരിയാക്കും, അങ്ങനെ ആക്കും, മറ്റേതൊക്കെ മറിച്ചാൻ പറഞ്ഞ് വാൺ ചെയ്ത് വിട്ടുപോലും. പിന്നെ കഴിഞ്ഞ 10-ാം തീയതി സമരം ഉണ്ടായിരുന്നു. അന്ന് സ്കൂൾ വിട്ടതിന് ശേഷം ഒരു 10-10:30 ആകുമ്പോൾ സ്കൂൾ വിട്ടു പോലും. അങ്ങനെ ടീം വന്നിട്ട് ഇവരെ ബലമായിട്ട് സ്കൂൾ ഗ്രൗണ്ടിൽ പിടിച്ചു വെച്ച് കൊണ്ടുവന്ന് അവിടെ അതിന്റെ സ്കൂളിന്റെ സൈഡിൽ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, അത്ര ഒരു വിജനമായ സ്ഥലമാണ്, ഒരു ഇടിഞ്ഞ ഇടവഴി. അവിടെ ഇവരെ പിടിച്ചു കൊണ്ടുപോയി 2 ഭാഗത്ത് അപ്പുറത്തപ്പുറം ആൾക്കാർ ബെൽറ്റായി നിർത്തി ഇവരെ ടീം. എന്നിട്ട് അതിന്റെ അവിടെ എത്തി ഇവനെ അടിച്ച് മാരകമായിട്ട് അടിച്ച് തള്ളിയിട്ട് കാല് വിഷുവിട്ട കാലിനോണ്ടൊക്കെ ചവിട്ടി കൂട്ടി നന്നായിട്ട് അവശനാക്കി ഇവനാ. കുട്ടിയുടെ മുത്തച്ഛന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. രതീഷ് വാസുവിനുണ്ട് കോഴിക്കോട് നിന്ന്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ കുഞ്ഞിന്റെ മുത്തച്ഛന്റെ വാക്കുകൾ അനുസരിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെ എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്? കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് രതീഷ്? സേതു, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം സേതു, നമ്മുടെ മുന്നിലൊരു വേദനയുള്ള ഓർമ്മയുണ്ട്. ഷഹബാസിൻ്റെ ഒക്കെ ഓർമ്മ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ വർഷവും അധ്യയന വർഷത്തിൽ ഇത്തരത്തിൽ വലിയ തരത്തിൽ കുട്ടികളുടെ ഈ കുട്ടിക്കൂട്ടങ്ങൾ ഇങ്ങനെ പരസ്പരം ഈ കുട്ടികളെ വളഞ്ഞു വെച്ച് മർദ്ദിക്കുന്ന, സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന നിരവധി സംഭവങ്ങൾ വീണ്ടും ഈ അധ്യയന വർഷം ഉണ്ടാവുന്നു എന്നതാണ് ഏറെ സങ്കടകരമായ കാര്യം. ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സയിൽ. ഇപ്പോൾ വീട്ടിലാണുള്ളത്. കുട്ടിയുടെ മുത്തച്ഛനാണ് നമ്മോട് സംസാരിച്ചത്. മുത്തച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് ആ കുട്ടി പഠിക്കുന്നത്. എന്തായാലും വളഞ്ഞിട്ട് മർദ്ദിച്ചു. അതിനെ തുടർന്നാണ് വീട്ടുകാർ പരാതി നൽകിയത്. അത് സ്കൂൾ പ്രിൻസിപ്പലിന് പരാതി നൽകി. പ്രിൻസിപ്പലിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകിയത്. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സംഘർഷത്തിലേർപ്പെട്ട 4 വിദ്യാർത്ഥികളെ താൽക്കാലികമായി മാറ്റി നിർത്തി എന്നാണ് സ്കൂൾ അധികൃതർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഈ മാറ്റി നിർത്തലിനപ്പുറത്ത് ഈ കുട്ടികളെ ഇനിയും ഏത് രീതിയിലാണ് ആ പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഇനിയും അക്രമ സംഭവത്തിലേക്ക് കുട്ടികൾ പോകാത്ത തരത്തിൽ എങ്ങനെയാണ് ഇടപെടുക എന്നതൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. ബാലാവകാശ കമ്മീഷനൊക്കെ പല നിർദ്ദേശങ്ങളും നൽകിയെങ്കിലും ആ രീതിയിൽ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് +1 പ്രവേശന സമയത്തൊക്കെ തരത്തിലുള്ളൊരു ബോധവൽക്കരണം ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം വീണ്ടും ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികൾ മർദ്ദിക്കപ്പെടുന്നു, ഈ കൂട്ടമായി ഇത്തരത്തിൽ സംഘർഷം ഉണ്ടാകുന്നു. ഈ കുട്ടികൾ തന്നെയാണ് പിന്നീട് വലിയ തരത്തിൽ ആക്രമവാസന കാണിക്കുന്ന തരത്തിലേക്ക് ഈ സമൂഹത്തിലേക്ക് മാറുന്നത് എന്ന സൂചന പോലും പല ആളുകളും നൽകുമ്പോഴും ഈ +1 ഈ +2 തരത്തിലുള്ള കുട്ടികളുടെ ഇത്തരത്തിലുള്ള റാഗിങ്ങിനെ സംബന്ധിച്ചുള്ള ഗൗരവമായ ഇടപെടൽ നടത്താൻ, ഏത് തരത്തിൽ ഇടപെടണം എന്നുള്ള ഗൗരവമായ ചർച്ച ഉയർന്നു വരുന്നില്ല. ഒരു അപകടമോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാവും മാത്രം താൽക്കാലികമായ ചർച്ചകളും നടപടികളും അവസാനിക്കുന്നത് അല്ല വേണ്ടത്. തുടർച്ചയായ ഇടപെടലുകളും കൗൺസിലിങ്ങും ഉൾപ്പെടെ വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ വീട്ടിലാണുള്ളത്. മറ്റ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഓക്കെ രതീഷ് പറഞ്ഞ പോലെ ഈ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ അത് വാർത്തയാകുന്നു, അതിൽ ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകാതിരിക്കാനുള്ള എന്ത് നടപടികളാണ് സ്കൂൾ അധികൃതരും അല്ലെങ്കിൽ രക്ഷിതാക്കളും ഒക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ കുട്ടികൾക്കിടയിൽ അക്രമവാസന ഈ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിലൊരു നീറുന്ന ഓർമ്മയാണ് ഷഹബാസ്. അപ്പോൾ അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ നിരന്തരമായി വീണ്ടും അതേ സ്ഥലങ്ങളിൽ നിന്ന്, കോഴിക്കോട്, കണ്ണൂർ, ഈ വയനാട്, ആ ഭാഗങ്ങളിൽ നിന്നും വീണ്ടും ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ ഇപ്പം ഞാൻ 1-2 ജില്ലകളെ പറഞ്ഞു എന്നല്ല, ഇതിപ്പോൾ കേരളം ഒട്ടാകെ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടികളിൽ ഇങ്ങനൊരു അക്രമവാസന വളരുന്നത്? അത് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതിൽ ഒരു വലിയ കൂടിയാലോചനയും വലിയ ചർച്ചയും ഒക്കെ വേണ്ടി വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്.